അനൂപ് മേനോൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ സിനിമയുടെ പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും നടക്കുന്നത്. കാരണം പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രഖ്യാപനമായിരുന്നു മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളിൽ നിന്നും ഉണ്ടായത്. അതുപോലെ അനൂപ് മേനോന്റെ അടുത്തിറങ്ങിയ സിനിമകൾക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും നേരിട്ടപ്പോൾ ഇങ്ങനെയൊന്നും വേണമോ എന്ന് പലരും ചോദിക്കുകയുണ്ടായി. കൂടാതെ അനൂപ് മേനോൻ പ്രഖ്യാപിച്ച ചില സിനിമകൾ കൂടി വരാനുള്ളപ്പോൾ അതുമായി കണക്ട് ചെയ്ത റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ഒരു വിശദീകരണം തന്നിരിക്കുകയാണ്. അനൂപ് മേനോൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനാകുന്ന ചിത്രം നേരത്തെ പ്രഖ്യാപിച്ച 40-കാരന്റെ 20-കാരി എന്ന സിനിമയല്ലെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു കഴിഞ്ഞു. 40-കാരന്റെ 20-കാരി എന്ന ചിത്രം ഉറപ്പായും ഉണ്ടാകുമെങ്കിലും ഈ രണ്ട് സിനിമകളും തമ്മിൽ ബന്ധമില്ലെന്ന് അവർ പറഞ്ഞു. മോഹൻലാൽ തന്റെ അടുത്ത ചിത്രം അനൂപ് മേനോനോടൊപ്പം ആയിരിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയതിനു ശേഷമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അനൂപ് മേനോൻ മുൻപ് പ്രഖ്യാപിച്ച ചിത്രത്തിന് എന്ത് പറ്റി എന്ന അന്വേഷണം ഉയർന്നത്. നേരത്തെ അനൂപ് മേനോൻ പ്രഖ്യാപിച്ച 40-കാരന്റെ 20-കാരിയാണോ ഈ ചിത്രം എന്നായിരുന്നു ആരാധകരുടെ സംശയം. എന്നാൽ രണ്ടും വ്യത്യസ്ത ചിത്രങ്ങളാണെന്ന് വെളിപ്പെടുത്തുകയാണ് മോഹൻലാൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. മോഹൻലാൽ നായകനാകുന്ന ചിത്രം വേറെയാണെന്നും 40-കാരന്റെ 20-കാരി അടുത്ത വർഷം തന്നെ ഉണ്ടാകുമെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി. 40-കാരന്റെ 20-കാരി എന്ന ചിത്രം പ്രഖ്യാപിച്ചപ്പോൾ അനൂപ് മേനോനും പ്രിയ വാര്യരും നായകനും നായികയുമായി എത്തുന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നത്. ഇത് വലിയ രീതിയിൽ മോഹൻലാൽ സിനിമയുടെ പ്രഖ്യാപനങ്ങൾക്കിടയിൽ സംസാര വിഷയമായി. അപ്പോൾ അവർ പറഞ്ഞു ഈ ചിത്രമാണ്, അതിൽ മോഹൻലാലും പ്രിയ വാര്യരും എത്തിയേക്കുമെന്ന രീതിയിലാണ് ചർച്ചകൾ കൊഴുത്തതും. എന്നാൽ അതിനൊക്കെ ഉത്തരം നൽകിക്കൊണ്ടാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും എത്തിയത്. 40-കാരന്റെ 20-കാരി എന്ന ചിത്രം ഉറപ്പായും ഉണ്ടാകും. അടുത്ത വർഷം പകുതിയോടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വലിയ താരം തന്നെയാകും ചിത്രത്തിലെ നായകൻ. മോഹൻലാലിനൊപ്പം അനൂപ് മേനോൻ പ്രഖ്യാപിച്ച സിനിമയുമായി ആ ചിത്രത്തിന് യാതൊരു ബന്ധവുമില്ല. മോഹൻലാൽ നായകനാകുന്ന ചിത്രം മറ്റൊരു കഥയാണ്. ആ ചിത്രം ഈ വർഷം തന്നെ ഉണ്ടാകും. ആ ചിത്രത്തിന് ശേഷമായിരിക്കും 40-കാരന്റെ 20-കാരിയുടെ ഷൂട്ടിംഗ് തുടങ്ങുക. അനൂപ് മേനോന് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്. അനൂപ് മേനോനൊപ്പം ചിത്രത്തെക്കുറിച്ച് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. പ്രണയവും വിരഹവും സംഗീതവും ചേരുന്ന യാത്രയാകും ഈ ചിത്രമെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. തിരുവനന്തപുരം, കൊൽക്കത്തയിലും ഷില്ലോങ്ങിലുമായിരിക്കും സിനിമ ചിത്രീകരിക്കുക എന്നും ഈ കുറിപ്പിൽ ഉണ്ടായിരുന്നു. മോഹൻലാലും അനൂപ് മേനോനും ആദ്യമായി ഒന്നിച്ചത് പകൽ നക്ഷത്രങ്ങൾ എന്ന ചിത്രത്തിലായിരുന്നു. 2008 പുറത്തിറങ്ങിയ ചിത്രം ഏറെ നിരൂപക പ്രശംസ ഏറ്റുവാങ്ങിയിരുന്നു. പകൽ നക്ഷത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച സിദ്ധാർത്ഥൻ എന്ന കഥാപാത്രവും കയ്യടികൾ നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുവരും ഒന്നിക്കുന്ന അടുത്ത ചിത്രത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയിലാണ് ആരാധകർ. പല പ്രഖ്യാപനങ്ങളും പല രീതിയിലുള്ള പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും വരുമ്പോൾ പല പ്രേക്ഷകർക്കിടയിൽ നിന്നും വലിയ വിമർശനങ്ങളാണ് ഉണ്ടാകുന്നത്. എന്നാൽ ആധികാരികമായി ഇവർക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്നാലും വിമർശനങ്ങളുമായി അവർ എത്താറുണ്ട്. ഈ അടുത്തിടയ്ക്ക് മറ്റൊരു വിമർശനത്തിന് ചുട്ട മറുപടിയുമായി എത്തിയ ധ്യാൻ ശ്രീനിവാസനെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനായി. ആപ് കൈസേ ഹോ എന്ന ചിത്രത്തിന്റെ പ്രമോഷനിടെ യൂട്യൂബറുടെ ചോദ്യത്തോട് പൊട്ടിത്തെറിച്ച് ധ്യാൻ ശ്രീനിവാസൻ എത്തുകയായിരുന്നു. നിർമ്മാതാക്കളുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനാണ് ധ്യാൻ തുടർച്ചയായി സിനിമകൾ ചെയ്യുന്നത് എന്നായിരുന്നു യൂട്യൂബറുടെ പരാമർശം. ആദ്യം ചോദ്യത്തെ നിസ്സാരമായി തള്ളിക്കളഞ്ഞ ധ്യാൻ ചോദ്യം ആവർത്തിച്ചതോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പ്രമോഷനിടെ ഉണ്ടായ വാക്ക് തർക്കത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നാണ് ധ്യാനിനെ കുറിച്ച് യൂട്യൂബിൽ വരുന്ന കമന്റുകൾ എന്നും സിനിമയെ സീരിയസ് ആയിട്ട് കാണണമെന്നുമായിരുന്നു യൂട്യൂബർ പറഞ്ഞത്. കള്ളപ്പണം വെളുപ്പിക്കുന്നത് ഞാൻ അല്ലല്ലോ, അതുകൊണ്ട് എനിക്കെന്താ ഗുണം? ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്റെ പടം നഷ്ടമുണ്ടാക്കിയിട്ടില്ല, എല്ലാവരും വെളുപ്പിച്ചോ എന്നാണ് ധ്യാൻ ആദ്യം ഈ ചോദ്യത്തോട് പ്രതികരിച്ചത്. ഞാൻ സിനിമയെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചു തരേണ്ടത് എന്നായിരുന്നു ധ്യാൻ തിരിച്ചു ചോദിച്ചത്. യൂട്യൂബർ സ്വന്തം ജോലിയെ വളരെ സീരിയസ് ആയിട്ടല്ലേ കാണുന്നതെന്നും അതേ ഗൗരവത്തോടെയാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത്. വളരെ വ്യക്തിപരമായ ചോദ്യമാണ് നീ ചോദിച്ചത്. അത് നിനക്ക് ഈ പടത്തിന്റെ പ്രൊമോഷൻ പരിപാടിയിൽ ഇത്രയും ആളുകൾ ഇരിക്കുമ്പോൾ ചോദിക്കണമായിരുന്നോ? യൂട്യൂബിന്റെ താഴെ വരുന്ന കമന്റ് കണ്ടാണോ നീ ഓരോന്ന് ചോദിക്കുന്നത്? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചോദിച്ചത്? യൂട്യൂബിന്റെ താഴെ വരുന്ന കമന്റ് അല്ലാതെ സിനിമയെക്കുറിച്ച് നിനക്ക് വേറെ എന്തെങ്കിലും അറിയാമോ? ഇല്ലെങ്കിൽ മിണ്ടരുത് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് എനിക്ക് ഇത്ര സിനിമയെന്ന് ചോദിച്ചില്ലേ? അത് ആളുകളെ വെറുപ്പിക്കാത്തത് കൊണ്ടാണ്. ഇവിടെ ഹിറ്റ് സിനിമ ചെയ്യുകയല്ല വേണ്ടത്, അച്ചടക്കം, മര്യാദ, ഇവിടെ എന്ത് സംസാരിക്കണം എന്ന തിരിച്ചറിവ്, വെറുപ്പിക്കാതിരിക്കുക എന്നിവയാണ്. നീ ഇത്രയും സമയമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുപ്പിക്കലാണ്. എന്നെയും അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും വെറുപ്പിച്ചില്ലേ? ഞാൻ കൂട്ടിച്ചേർത്തു. ഞാനിന്റെ വാക്കുകൾ കയ്യടിയോടെയാണ് അവിടെ സ്വീകരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിലെങ്ങും ലഭിച്ചതും. ധ്യാന്റെ വാക്കുകൾ മികച്ചത് എന്നതാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും പറഞ്ഞിരിക്കുന്നതും.